ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള ശ്രീരാംചന്ദ്ര മിഷൻ ആശ്രമത്തിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് മെക്കാടൻ ടാറിങ്ങിനോട് ചേർന്ന് കിടക്കുന്നതാണ്. ആ ഒരു വളവ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു 35 സെന്റ് സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ അന്ന് നിങ്ങളെ കാണിക്കാൻ പോണ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇതേമാതിരി പരസ്യം ചെയ്തുകൊണ്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോളേ നമ്മൾ നേരത്തെ കണ്ട ആശ്രമത്തിന്റെ ആണ് ആ കാണുന്ന സ്ഥലം കേട്ടോ, റോഡിന്റെ അപ്പുറത്തുള്ളത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. മൊത്തം 35 സെന്റ് സ്ഥലമാണ്. ഫുള്ള് ടാറിംഗ് റോഡിനോട് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ പ്ലോട്ട് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ചീമേനിന്ന് പയ്യന്നൂർ പോണ റൂട്ടില് സ്വാമിമുക്ക് എന്ന സ്ഥലത്താണ് നമ്മൾ പ്ലോട്ടുള്ളത്. സ്ഥലത്തിന്റെ അതിര് ഇതാക്കുന്ന പറഞ്ഞാണ് തുടങ്ങുന്നത്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട്. ബസ് വരുന്നുണ്ടെങ്കിൽ ചീമേനിന്ന് വരുന്ന ബസ്സാണ്. ചീമേനിന്ന് നേരെ പയ്യന്നൂരിലോട്ടാണ് പോണത്. ചീമേനിന്ന് വരുമ്പോ ഒരു 7 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പയ്യന്നൂരിക്കാണ്. പയ്യന്നൂർക്ക് ഏകദേശം 12 കിലോമീറ്റർ ദൂരമുള്ളത്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും നമുക്ക് കരിവള്ളൂർ പെരളം ആണ് വരുന്നത്. അതുപോലെ താലൂക്ക് പയ്യന്നൂരാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മളെ സ്ഥലം കണ്ടില്ല നിങ്ങള്. ഞാൻ ഫുള്ള് മെക്കാടൻ ടാറിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കണ്ടില്ല നിങ്ങള്. പിന്നെ നമുക്ക് ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാല് ഇനി കണ്ണൂരിൽ നിന്നൊക്കെ വരാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 45 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അതേപോലെ നമുക്ക് കാങ്കോലിൽ നിന്നൊക്കെ വരാണ്ടെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ ദൂരമുള്ളൂ. ബസ്സൊക്കെ ഇഷ്ടംപോലെ പോകുന്ന റൂട്ടാണ് കേട്ടോ. എല്ലാത്തോട്ടും കണ്ണൂര് തളിപ്പറമ്പ് എല്ലാത്തോട്ടും ബസ് ഇഷ്ടംപോലെ ഉള്ളതാണ്. ഇത് കണ്ടില്ല നിങ്ങള്. ഇനിയിപ്പോ ഈ ഒരു പ്ലോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്ലോട്ടായിട്ടൊക്കെ വേണമെങ്കിൽ തിരിക്കട്ടോ. അതായത് ഒരു വീട്ടിൽ തന്നെ ചേട്ടനനിയന്മാരായിട്ട് 2 ആൾക്കൊക്കെ വീട് വെക്കുക, 2 വീടൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിരി എൻഡ് ഇവിടം വരെ ഉള്ളത് കേട്ടോ. ഈ കെട്ട് കാണുന്ന ഇവിടം വരെ ഉള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് നല്ല നീളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ഒന്ന് കാണാം. പാപ്പോയൊക്കെ അപ്പൊ നിങ്ങൾ നോക്കിയാണ് മെക്കാടൻ ടാറിങ് വന്ന് ഇങ്ങോട്ട് കാലെടുത്തോണ്ട് കുത്തിയ നേരെ നമ്മളെ പ്ലോട്ടിക്കാണ്. പ്ലോട്ടിക്ക് കൊണ്ട് വരുമ്പോ നല്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ നമുക്ക് ഇവിടെ നോക്കി അങ്ങോട്ട് ചുറ്റുഭാഗവും കാണാൻ നമുക്ക് കേട്ടോ. ഫുള്ള് ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ നിലവില് നമ്മളെ പറമ്പിനകത്ത് ഇതാക്കണ ഈ കാണുന്ന കുറച്ച് തെങ്ങും തൈകളൊക്കെയാണ് നമ്മൾ ഈ പറമ്പിനകത്തുള്ളത് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാക്കണം ഫുള്ള് ഇതാക്കണം മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. ഇങ്ങനെ മെയിൻ റോഡിന്റെ സൈഡിലൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കണമൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലം. പിന്നെ നോക്കിയാണെങ്കിൽ അയൽവാസികളായിട്ട് വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ അയൽവാസികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ പറമ്പിന്റെ ഒരു ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ കണ്ടില്ല നിങ്ങള്. നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മളെ പ്ലോട്ട് ഇതാകണം മൊത്തം ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കണം കേട്ടോ. 35 സെന്റ് സ്ഥലം ഇതാകണത് ഇതേപോലെ കല്ലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ച് എന്താ പറയുക, ഇനി അതിന് മാറാനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ലെവലാക്കി ഇട്ടേക്കുന്ന ഭൂമി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ ഒരു വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വരിക വീടുള്ള പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ മതി അല്ലേ. അതെ, കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഇനി വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ ഫുള്ള് ഇതാണ് ഇതേപോലെ ചുറ്റുഭാഗം ഇതേപോലെ ബൗണ്ടറി തിരിച്ചിട്ടേക്കണം കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അതിലെവിടേക്കും മാറാനൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ കിണറില്ല, വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇതാണ്. ഇപ്പുറത്ത് ഇതിനോട് ചാരി ഇതാകണം ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതാണ് ഇതേപോലെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഇതേപോലെ കിണറോ ബോർവെല്ലോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. വീട് വെക്കാൻ മാത്രമല്ല നമുക്കൊരു ബിൽഡിംഗ് പർപ്പസിന് ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് ബിൽഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റൂ കേട്ടോ. ആദ്യം മുതൽ സ്ഥലം കണ്ടില്ല ഞങ്ങള്. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മള് പ്ലോട്ടിന്റെ കുറച്ച് ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലോട്ട് മൊത്തം കാണാത്തേ ഉള്ളൂ. ഇനി ഇങ്ങനെ കാണാൻ നമുക്ക് കേട്ടോ. അതേപോലെ ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കും കേട്ടോ. നമ്മളെ ഈ ഒരു 35 സെന്റ് സ്ഥലവും ഇപ്പൊ നമ്മൾ ഇതിനകത്തൊരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് LP സ്കൂൾ ഉണ്ട് കൊഴുമല്. അതുപോലെ കേരളത്തെത്തി കഴിഞ്ഞ 1/2 കിലോമീറ്ററിൽ നമുക്ക് UP സ്കൂൾ ഉണ്ട്. അപ്പൊ ബാക്ക് സൈഡില് അതിര് സ്കൂളിലോട്ടൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അടുത്ത് തന്നെ. അപ്പൊ ഇതാക്കണ് ബാക്ക് സൈഡിൽ അതിര് ഇതാക്കണ് ഫുള്ള് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെറും 7 കിലോമീറ്റർ ദൂരമുള്ള ചീമേനിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. ഇനിയിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചീമേനിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അതേമാതിരി നമുക്ക് പയ്യന്നൂർക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലുകൾ ഉണ്ട് കേട്ടോ. NH പോകാൻ വെറും ഒരു 10 കിലോമീറ്ററിന്റെ അടുത്ത് ഉണ്ടാവുള്ളൂ അല്ലെ, NH 66 അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമുക്ക് സ്കൂള് നമുക്ക് അടുത്തുള്ളത്
2.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇവിടെ മാത്തിലെത്തി കഴിഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ പറമ്പിന്റെ ഇവിടെ നിന്നുള്ള ഒരു മൊത്തത്തിലുള്ള വ്യൂ കേട്ടോ. നിങ്ങൾ കാണുന്ന തന്നെ ഇത് കണ്ടില്ല, നിങ്ങൾ വന്ന് കണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ മുതൽ സ്ഥലമാണ്. പിന്നെ നമുക്ക് ഒരു 5.5 കിലോമീറ്ററിൽ കരിവള്ളൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് ചീമേനിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചീമേനി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു കിടിലൻ പ്ലോട്ട് തന്നെയാണ് കേട്ടോ. വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അല്ലേ. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ നമ്മൾ കാങ്കോലോട്ട് വെറും 2.5 കിലോമീറ്റർ അല്ലേ, അത്രേ ഉള്ളൂ. 2.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഓണർ ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. സെന്റിന് വെറും 1.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ ഈ ഒരു ഏരിയയിൽ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷനോ ആരെങ്കിലുമൊക്കെ അതെ വീട് വെക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ. ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലേ. അതെ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.